റോബിൻ വാൻ പേഴ്സി. ലോകം കണ്ട എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിരുന്നു ഈ ഡച്ച് ഇതിഹാസം. ക്ലബ്ബ് തലത്തിൽ വാൻ പേഴ്സി ഏറ്റവും അധികം തന്റെ കരിയർ ചിലവിട്ട ക്ലബ്ബുകളിലൊന്നായിരുന്നു ആഴ്സണൽ. പക്ഷേ ആഴ്സണൽ ആരാധകരെ സംബന്ധിച്ച് എങ്ങനെയാണ് അദ്ദേഹം ഒരു യഥാർത്ഥ വില്ലനായി മാറിയത്? വർഷം 2004 മെയ് മാസത്തിൽ ഒരു വിങ്ങറായിട്ടായിരുന്നു റോബിൻ വാൻ പേഴ്സിയെ പരിശീലകനായ ആഴ്സൺ വെങ്ങർ ടീമിലെത്തിച്ചതെങ്കിലും അദ്ദേഹത്തിന് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. വാൻ പേഴ്സിയെ പതിയെ അദ്ദേഹം വിങ്ങിൽ നിന്നും ഒരു സ്ട്രൈക്കർ റോളിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ഈ ഒരു മാറ്റം യഥാർത്ഥത്തിൽ വളരെയധികം എഫക്റ്റീവായിരുന്നു. ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ കൂടി റോബിൻ വാൻ പേഴ്സി തന്റെ സ്ട്രൈക്കർ റോളിനെ മനോഹരമായി തന്നെ ഫലവത്താക്കി. കമ്മ്യൂണിറ്റി ഷീൽഡും FA കപ്പും നേടുന്നതോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് റണ്ണറപ്പായ അദ്ദേഹം ഒരു സ്ട്രൈക്കർ എന്ന ലേബലിനെ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. തന്റെ ഓരോ സീസണിലും 10 അതിൽ കൂടുതലോ ഗോളുകൾ അദ്ദേഹം നേടുമായിരുന്നു. മാത്രമല്ല 2008-09 സീസണിലും 2010-11 സീസണിലും 20-22 ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി. പക്ഷേ പരിക്കുകൾ എന്നും തൻ്റെ ആഴ്സണൽ കരിയറിൽ ഒരു ശത്രുവായിരുന്നു. ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് പരിക്ക് മൂലം നഷ്ടപ്പെട്ടു. പലപ്പോഴും ഈ പരിക്കിൻ്റെ അനന്തരഫലങ്ങളായിരുന്നു ഹെൻറിയുടെയും ബെർക്കാമിൻ്റെയും നിഴലിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റാഞ്ഞത്. ഒടുവിൽ 2011-12 സീസണിൽ അദ്ദേഹം ശക്തമായി തിരിച്ചെത്തി. മുഴുവൻ കോമ്പറ്റീഷനുകളിലായി 48 മത്സരങ്ങളിൽ 37 ഗോളുകളായിരുന്നു അദ്ദേഹം നേടിയത്. ഇതോടെ ആ സീസണിൽ പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ടും അദ്ദേഹം നേടി. മാത്രമല്ല PFA പ്ലെയർ ഓഫ് ദി ഇയറായും തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാം കൊണ്ടും ആഴ്സണൽ കരിയർ അദ്ദേഹത്തിന് വളരെ അനുകൂലമായി തന്നെ അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷേ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. വർഷം 2004 ക്ലബ്ബിൽ വന്ന ശേഷം കമ്മ്യൂണിറ്റി ഷീൽഡും FA കപ്പുമായിരുന്നു അദ്ദേഹത്തിന്റെ ആകെയുള്ള നേട്ടങ്ങൾ. എന്നാൽ തന്റെ 29-ാം വയസ്സിലൂടെ കടന്നുപോയിരുന്ന വാൻ പേഴ്സി തന്റെ കരിയറിലെ മികച്ച നാളുകൾ നഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചു. പ്രത്യേകിച്ച് നീണ്ടകാലം അദ്ദേഹം നേരിട്ട പരിക്കുകൾ തീർച്ചയായും അദ്ദേഹത്തെ കൂടുതൽ ഫോം ആവുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തിയിരുന്നു. തന്റെ കോൺട്രാക്റ്റിൽ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ വാൻ പേഴ്സി ആഴ്സണൽ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് കോൺട്രാക്റ്റ് പുതുക്കുന്നതിന് പകരം മറ്റൊരു ക്ലബിലേക്ക് മാറാൻ തീരുമാനിച്ചു. ക്ലബ്ബിൽ അദ്ദേഹം നടത്തിയ ഒരു സീക്രട്ട് മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു തീരുമാനത്തിന് തുടക്കം കുറിക്കുന്നത്. മീറ്റിംഗിനെ കുറിച്ച് തന്റെ വെബ്സൈറ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പേഴ്സണലി മികച്ച ഒരു സീസണായിരുന്നു ആഴ്സണൽ കുപ്പായത്തിൽ എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ലക്ഷ്യം എല്ലായ്പ്പോഴും ട്രോഫികൾ നേടുന്നതും ക്ലബിനെ വിജയ വഴിയിലേക്ക് തിരികെ കൊണ്ടെത്തിക്കുക എന്നതുമായിരുന്നു. നിർഭാഗ്യവശാൽ ഈ മീറ്റിംഗിൽ ക്ലബിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാനും ക്ലബിൽ തമ്മിൽ പലതരത്തിലുള്ള എതിർപ്പുകളുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. തൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ പൂർണ്ണമായില്ല എന്നായിരുന്നു വാൻ പേഴ്സിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാതെ പറഞ്ഞത്. റോബിൻ വാൻ പേഴ്സി മറ്റൊരു ക്ലബിലേക്ക് മാറാൻ തീരുമാനിച്ചു. എന്നാൽ ആ ക്ലബിന്റെ പേരായിരുന്നു യഥാർത്ഥത്തിൽ ആഴ്സണൽ ആരാധകരെ രോക്ഷാകുലരാക്കിയത്. ഏകദേശം 24 മില്യൺ പൗണ്ട്സിന്റെ ഡീലിൽ അദ്ദേഹം അവരുടെ പ്രീമിയർ ലീഗ് റൈവൽസായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറി. ആഴ്സണലിന്റെ ഹാർഡ് കോർ ആരാധകർ ആ നീക്കത്തെ ശക്തമായ വെറുപ്പോടെ നോക്കിക്കണ്ടു. ഒരു പ്രൊഫഷണൽ സൈഡിലൂടെ നോക്കുമ്പോൾ വാൻ പേഴ്സിയെ എന്തുകൊണ്ടും വളരെ മികച്ച രീതിയിൽ എഫക്റ്റ് ചെയ്തേക്കാവുന്ന ഒരു ട്രാൻസ്ഫർ ആയിരുന്നു അത്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സർ അലക്സ് ഫെർഗ്യൂസന്റെ കീഴിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗ് ട്രോഫി ഒരിക്കലും വിദൂരമായിരുന്നില്ല. എന്നാൽ വാൻ പേഴ്സി തന്റെ പുതിയ ക്ലബിലേക്കുള്ള വരവറിയിച്ചത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു യഥാർത്ഥ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. തന്റെ ഫെയറി ടൈൽ സീസണായ 2012-13 സീസണിൽ 26 ഗോളോടെ പ്രീമിയർ ലീഗിൽ ഗോൾഡൻ ബൂട്ട് അദ്ദേഹം സ്വന്തമാക്കിയപ്പോൾ 2 ഹാട്രിക്കോടൊപ്പം ഏറെ വിലപ്പെട്ട പ്രീമിയർ ലീഗ് ട്രോഫിയും അദ്ദേഹം നേടിയെടുത്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 20ാമത് പ്രീമിയർ ലീഗ് ട്രോഫിയായിരുന്നു അത്. ഒരു ഭാഗത്ത് വാൻ പേഴ്സി യുണൈറ്റഡിൽ മികച്ച കരിയറിലൂടെ കടന്നു പോകുമ്പോൾ മറുഭാഗത്ത് ആഴ്സണൽ ആരാധകർ അത്ര സന്തോഷത്തിലായിരുന്നില്ല. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിംഗ് ടാലി സീസൺ തോറും താഴ്ന്നിരുന്നു. പരിശീലകനായ ലൂയിസ് വാൻ ഗാലുമായുള്ള മോശം ബന്ധത്തെ തുടർന്ന് അദ്ദേഹത്തിനൊടുവിൽ ക്ലബ്ബ് വിടേണ്ടി വന്നു. ആഴ്സണൽ ആരാധകർ വാൻ പേഴ്സിയുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അവരെ സംബന്ധിച്ച് ആഷ്ലി കോളിനെ പോലെ പണത്തിന് പുറകെ പോയ ഒരു വില്ലൻ മാത്രമായിരുന്നു അദ്ദേഹം. പല ആഴ്സണൽ ആരാധകരും ആ ഒരു സിറ്റുവേഷനെ വളരെ പ്രൊഫഷണലായ രീതിയിൽ നോക്കിക്കണ്ടപ്പോൾ മറ്റു പല ആരാധകർക്ക് ആ നീക്കത്തെ അത്തരത്തിൽ നോക്കിക്കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം.